हिन्दुरक्षा ममादीक्षा। നമസ്തേ. ഈഴവ തീയ പിന്നാക്കാവസ്ഥ പഠിക്കാൻ പ്രത്യേക കമ്മീഷൻ വേണം. സർക്കാരിനോട് വെള്ളാപ്പള്ളി നടേശന്റെ ആവശ്യം. കേരളത്തിലെ ഈഴവ തീയ വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വിദ്യാഭ്യാസ പിന്നോക്കാവസ്ഥ പഠിക്കാൻ സംസ്ഥാന സർക്കാർ പ്രത്യേക കമ്മീഷനെ നിയോഗിക്കണമെന്ന ആവശ്യവുമായി SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രംഗത്ത്. ബംഗളൂരുവിൽ നടന്ന SNDP യോഗത്തിന്റെ ത്രിദിന നേതൃത്വ ക്യാമ്പിന്റെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കവെയാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചത്. കേരളത്തിലെ സാമൂഹിക നവോത്ഥാന ചരിത്രത്തിൽ നിർണായക പങ്കുവഹിച്ച ഈഴവ തീയ സമൂഹം ഇന്ന് വിവിധ മേഖലകളിൽ പിന്നാക്കാവസ്ഥ നേരിടുകയാണെന്ന് വെള്ളാപ്പള്ളി ചൂണ്ടിക്കാട്ടി. വിദ്യാഭ്യാസം, തൊഴിൽ, സാമ്പത്തിക മേഖലകൾ എന്നിവയിൽ ഈ വിഭാഗം നേരിടുന്ന പ്രശ്നങ്ങൾ സർക്കാർ ശാസ്ത്രീയമായി പഠിക്കണമെന്നും അതിന്റെ അടിസ്ഥാനത്തിൽ നയപരമായ തീരുമാനങ്ങൾ കൈക്കൊള്ളണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പ്രത്യേകിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വർദ്ധിച്ച ഫീസും പ്രവേശനത്തിലെ പരിമിതികളും നിരവധി വിദ്യാർത്ഥികളെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തൊഴിലില്ലായ്മ, സ്ത്രീകളുടെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയിലെ വെല്ലുവിളികൾ, സർക്കാർ സർവീസുകളിലെ പ്രാതിനിധ്യക്കുറവ്, സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിലെ പോരായ്മകൾ, പരമ്പരാഗത തൊഴിൽ മേഖലകളുടെ തകർച്ച തുടങ്ങിയ വിഷയങ്ങളും കമ്മീഷന്റെ പഠനപരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചു. ഇതിനു പുറമെ ചെറുകിട വ്യാപാരങ്ങളും സംരംഭങ്ങളും നേരിടുന്ന സാമ്പത്തിക പ്രതിസന്ധികളും പ്രൊഫഷണൽ കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിൽ നേരിടുന്ന ബുദ്ധിമുട്ടുകളും പ്രത്യേകം പരിശോധിക്കേണ്ട വിഷയങ്ങളാണെന്നും വെള്ളാപ്പള്ളി വ്യക്തമാക്കി. ഈഴവ തീയ വിഭാഗങ്ങളുടെ നിലവിലെ സാമൂഹിക സാമ്പത്തിക അവസ്ഥയെക്കുറിച്ച് സർക്കാർ തലത്തിൽ ഇതുവരെ സമഗ്രമായ പഠനമോ ഔദ്യോഗിക വിവരശേഖരമോ നടന്നിട്ടില്ലെന്നും അദ്ദേഹം വിമർശിച്ചു. മറ്റ് സമുദായങ്ങളുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ മുൻകാലങ്ങളിൽ സംസ്ഥാന സർക്കാർ പ്രത്യേക കമ്മീഷനുകളെ നിയോഗിച്ചിട്ടുണ്ടെന്നും ആ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ വിവിധ ക്ഷേമ പദ്ധതികൾ നടപ്പാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. അതേ സമീപനം ഈഴവ തീയ വിഭാഗത്തോട് സർക്കാർ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ട വെള്ളാപ്പള്ളി കേരളത്തിന്റെ നവോത്ഥാനത്തിനും സാമൂഹിക പുരോഗതിക്കും വലിയ സംഭാവന നൽകിയ സമൂഹത്തിന്റെ ഭാവി സുരക്ഷിതമാക്കാൻ ശാസ്ത്രീയ പഠനത്തിന്റെ അടിസ്ഥാനത്തിലുള്ള നയരൂപീകരണം അനിവാര്യമാണെന്നും അഭിപ്രായപ്പെട്ടു. സമ്മേളനത്തിൽ SNDP യോഗം വൈസ് പ്രസിഡന്റ് തുഷാർ വെള്ളാപ്പള്ളി അധ്യക്ഷത വഹിച്ചു. ദേവസ്വം സെക്രട്ടറി അരേക്കണ്ടി സന്തോഷ് മുഖ്യ പ്രഭാഷണം നടത്തി. യോഗം കൗൺസിലർമാർ, ബോർഡ് അംഗങ്ങൾ, യൂണിയൻ ഭാരവാഹികൾ ഉൾപ്പെടെ ഏകദേശം 700ഓളം പ്രതിനിധികൾ പങ്കെടുത്ത ത്രിദിന നേതൃത്വ ക്യാമ്പ് വിവിധ സംഘടനാ സാമൂഹിക വിഷയങ്ങൾ ചർച്ച ചെയ്ത ശേഷമാണ് സമാപിച്ചത്.